ആ ചെണ്ടയുടെ ജഡ്ജസ് ആയിട്ട് ഇരിക്കണം ആശാൻ. പഞ്ചാരിമേള പഞ്ചാരിമേള ശർക്കര മേളം. കലോത്സവം. ഈ ചേച്ചി നാടൻ പാട്ട് പാടുവോ? നാടൻ പാട്ട് ഇല്ല അല്ലേ? അല്ലെ അതിന് നമുക്ക് ജൂറിയായിട്ട് എടുത്തായിരുന്നു. ലുക്കുണ്ട്. ഓരോ ജഡ്ജസിന് 5000 ഉറുപ്പ്യ വെച്ച് മത്സരം എടുക്കുക. എന്നിട്ട് 10,350 കൊടുക്കുക. അപ്പൊ ബാക്കി കയ്യിലിരിക്കും. ഇന്നത്തെ പഴം പപ്പടം പായസം അത് വിളമ്പാള വായന്റെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സലന്റ് ട്യൂഷൻ സെന്റർ. എക്സലന്റ് ട്യൂഷൻ സെന്റർ. എക്സലന്റ് ട്യൂഷൻ സെന്റർ. ട്യൂഷൻ എന്നുള്ളത് ട്യൂഷൻ ആക്കാൻ പറ്റുമോ? പിന്നെന്താ ആക്കാൻ പറ്റൂ. ഒരു പ്രത്യേക അറിയിപ്പ്. ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ ഉടൻ തന്നെ വേദി 2-ന് പിൻവശത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അയ്യോ ഒന്നും പറയണ്ട, എന്റെ കുട്ടി ഡാൻസിന്റെ റിസൾട്ട് അറിഞ്ഞും ബോധം കെട്ട് വീട് പോയി. Test number 103 final call. ആശാനെ അതങ്ങനെ ഭംഗിയായില്ലേ? അത് ഭംഗിയായില്ലേ? ഭക്ഷണം വേണ്ട, ഭക്ഷണം വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. ഓ മതി. കാശ് വേണ്ടേ? കാശ് വേണം. അങ്ങനെ മറ്റേ മിമിക്രിയും തായമ്പക്കും കഴിഞ്ഞു. അത് കഴിഞ്ഞു. ജഡ്ജ്മെന്റ് അടിപൊളിയായിരുന്നു. കുഴപ്പമുണ്ടായില്ല. ഒരു പണി വൗച്ചറൊപ്പിട്ടോ മാഷ്, വൗച്ചറൊപ്പിട്ടോ. പൈസ വേണ്ടേ? ഇവിടെ ഇട്ടോ. ഈ സംഖ്യ എഴുതിയിട്ടില്ല. അത് ഞാൻ എഴുതിക്കോളാം. എല്ലാവരുടെയും കൂടി ഉള്ളതുകൊണ്ടേ ഒന്നിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ തിരക്കാണ്, അത് പേടിക്കണ്ട. ഇതാ ഒരെണ്ണം കൂടി ഇട്ടോ. 2 ഐറ്റത്തിന് ഇരുന്നില്ലേ? ഹലോ, എന്താണ്? അപ്പം നിർമ്മല ടീച്ചർ വന്നിട്ടില്ലേ? ഇല്ലേ? മടക്കി വെച്ചോ. അധികം ഉണ്ട്. അയ്യോ, ഒരു പ്രശ്നമുണ്ടേ. ഭരതനാട്യത്തിന് ജഡ്ജ് ചെയ്യാനേ ആ കലാമണ്ഡലം നിർമ്മല ടീച്ചർ വരാൻ പറഞ്ഞില്ലേ? ടീച്ചർ വന്നിട്ടില്ല. ആളുണ്ടെന്ന്. ആളിവിടെ ഉണ്ട്. അതെ. മാഷ് നിൽക്കുമല്ല. നിൽക്കൂ. അതേ മാഷേ, അടിപൊളിയായി ചെയ്തതൊക്കെ. അടിപൊളിയായി ചെയ്തതേ. പോയിട്ട് തിരക്കണ്ട വീട്ടില്. പോയിട്ട് തിരക്കണ്ട. അപ്പൊ ഭരതനാട്യം കൂടി ഒന്ന് നോക്കാൻ പറ്റുമോ? വേണ്ടതൊന്നും ഭരതനാട്യം കൂടി ഒന്ന് നോക്കാൻ പറ്റുമോ? ഭരതനാട്യം എനിക്കറിയില്ല. ചെണ്ടയുടെ താളം അറിയാലോ? ചെണ്ടയുടെ താളം അറിയാലോ? അത് തന്നെ. ധാതിൻ തിന്ന. അപ്പൊ അതും കൂടി ഒന്ന് നോക്ക്. പൈസ തരാ. വേറെ തരാ. അത്രേ ഉള്ളൂ. അങ്ങനെ ഭരതനാട്യത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം. അല്ല പ്യാരിയെ, വേറെ 1-2 കാര്യമുണ്ട്. ഒന്നിട്ട് വന്നേ. പൈസ കണ്ട് എടുക്കല്ലേ? എന്ത്? അതെ, നാടകത്തിന് ഇപ്പൊ മണ്ടോതിരി മേഡവും പേര് രാമൻകുട്ടിയും ഒരാൾ കുറവുണ്ട്. അതിനൊരാൾ വേണം. ഒരു പണി ചെയ്യാ. നമ്മുടെ ആ ഉറുദു പദ്യം ചെല്ലുന്ന ഉസ്താദ് വന്നിട്ടില്ലേ? തൽക്കാലം ഉസ്താദിനെ അഡ്ജസ്റ്റ് ചെയ്യാം പോരെ? അല്ലല്ല, മൂപ്പരേനെ നമുക്ക് സംസ്കൃത പദ്യത്തിന്റെ ജഡ്ജായിട്ട് വിടണേ. ആളുണ്ട്, അടിപൊളി ആളുണ്ട്. ഇവ 2 പേരുണ്ടല്ല, നടുക്കൊന്ന് ഇരുത്തിയാ പോരെ? നല്ല ലുക്കല്ലേ രാഘവേട്ടൻ? പോരെ മാഷോ? മതിന്ന്. പുള്ളിയാകുമ്പോ ഇവിടെ എന്താ നടക്കണേന്ന് ചെവിയും കേൾക്കൂല. രാത്രി വരെ ഇരുന്ന് ജഡ്ജ് ചെയ്തോട്ടെ. പൈസ കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും രാഘവാശാനാ? പിന്നെന്താണ്? അടിപൊളിയല്ലേ? കുട്ടികളുടെ ഭാവി അതിനല്ലേ രാഘവാശാൻ? എന്ത് ഭാവി നശിപ്പിക്കാൻ? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാ വാ, ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ആശാനെ, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. കുറച്ച് കാര്യങ്ങളിലും കൂടി ഒന്ന് ഇടപെടണം. നിങ്ങളുടെ പോലെ പക്വതയുള്ള ഒരു സമ്പൂർണ്ണ കലാകാരൻ നമ്മുടെ പഞ്ചായത്തിൽ ഇല്ലല്ല. ദൈവത്തിനറിയാം എന്താ കേട്ടത്. രാത്രി കൊണ്ടുവിടാ. നാടകത്തിന് കൂടി ഒന്നിരിക്കണം. നാടകം ഒന്ന് നോക്കണം. നാടകത്തല്ല, നാടകത്തിന് ഒന്ന് നോക്കണം. കാണാനറിയാലോ? ഒരു ഗൗരവം പിടിച്ചങ്ങോട്ട് ഇരുന്നാ മതി. പിടുത്തം കൊടുക്കണ്ട. മാർക്കൊക്കെ അവരിട്ടോളും. 150 കൂടി അങ്ങോട്ട് തരും പോരെ? അന്ന് ഇപ്പൊ പോയി റെസ്റ്റ് എടുത്തോ. പരിപാടി നടക്കുമ്പോ വിളിക്കാം കേട്ടോ. എണീറ്റോ. എന്നാ പിന്നെ അതിൽ നോക്കാം.
ഒന്ന് കൊണ്ടുപോയടാ. ഹലോ ഒന്ന് കൊണ്ടുപോയാ വേണ്ട. ഹലോ അതെ ഭരതനാട്യം പറയാമോ പറഞ്ഞോ ജഡ്ജി വയ്യ കേട്ടോ. പറഞ്ഞോ. നാടകത്തിന്റെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തുന്നു. മണ്ടോദരി, ജീവിതത്തെ അഭിനയത്തിനായി മാറ്റിവെച്ച അഭിനേത്രി, നാടക സംവിധായക, നാടക രചയിതാവ്. കൊക്കാം വീട്ടിലെ കുറിഞ്ഞിപ്പൂച്ച എന്ന നാടകത്തിന് പുത്തൂർ പറ്റമൽ 5 സ്റ്റാർ ക്ലബിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. പ്രപഞ്ചം ഭൂമിയോട് വിട പറയുമ്പോൾ, മൃഗരാത്രങ്ങൾ എന്നിങ്ങനെ നിരവധി നാടകങ്ങളുടെ രചയിതാവ്. ഇപ്പോൾ പറമ്പും സംസാരവും എന്ന വിഷയത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഗവേഷണം നടത്തിവരുന്നു. ഡോക്ടർ രാഘവൻ, കലയിൽ പ്രപഞ്ച സത്യത്തിന്റെ മർമ്മം കണ്ടറിഞ്ഞ നാടക പ്രവർത്തകൻ. ഒട്ടനവധി സിനിമാ താരങ്ങളെ നിരവധി സിനിമകൾക്കായി പരിശീലിപ്പിച്ചു വരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും 10,000-ലധികം നാടകവേദികളിൽ അരങ്ങു തകർത്ത അതുല്യ പ്രതിഭ. ഇപ്പോൾ ചെണ്ടയുടെയും കോലിന്റെയും കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി വരുന്നു. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടും നീ ചരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. ഇതിപ്പോ കളർ ലൈറ്റ് ഒന്നും ഇല്ലേ? ഇതിനെ കളർ ലൈറ്റ് വേണ്ടേ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. ബോറടിക്കണില്ലേ? ഇത് ബോറടിക്കണില്ലേന്ന്. കളർ ലൈറ്റ് ഇല്ലേ? കളർ ലൈറ്റ് കളർ ലൈറ്റ് ഇല്ലേന്ന്. കോപ്പിയല്ലേ, ചായ. കാപ്പി അവര് തരും. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടും നീ ചരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീ ഉറങ്ങ്. അമ്മച്ചിയുടെ മക്കൾ എന്താ പോണ? അമ്മച്ചി തിരിച്ചു വിളിക്ക്. സ്വന്തം മക്കളല്ലേ അമ്മച്ചി പോണ, തിരിച്ചു വിളിക്ക അമ്മച്ചി. അമ്മച്ചി, അവർക്ക് വേണ്ട സ്വത്തോ പണോ എന്താ വെച്ചാ കൊടുക്ക്, കൊണ്ടുപോട്ടെ. അമ്മച്ചി തിരിച്ചു വിളിക്കാം. അമ്മച്ചി തിരിച്ചു വിളിക്കാം. പോകുന്നവരൊക്കെ പോയിക്കോട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എന്നിട്ടിപ്പൊ അവർക്ക് സ്വന്തം അമ്മയെ വേണ്ട. മക്കളെ, എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നിങ്ങളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാറ്റ്, മഴ, സൂര്യൻ, ചന്ദ്രൻ. മക്കളെ, നിങ്ങൾ ഉണ്ടാവില്ലേ ഈ അമ്മച്ചിയുടെ കൂടെ? ആരിയ നെല്ലിന്റെ പോലെ നാടും പോലെ ചാഞ്ചാടും നീ ചരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. അവസാനത്തെ നാടകമായിരുന്നാ? അവിടെ സ്റ്റേജ് 2 നാടക മത്സരം കഴിഞ്ഞുട്ടാ. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് അവിടെ മറ്റേ ടോക്കൺ എടുത്തിട്ട് ഫുഡിന് വിളിട്ടാ. പിന്നെ ഞാൻ വിളിക്കാം, അപ്പൊ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വരണേട്ടാ.
ദാ നിൽക്കുന്ന ആള് കണ്ടോ? ഞാൻ പറഞ്ഞില്ല അപ്പൊ അവിടെ നിന്നാണ്. അത്യമാഷേ എന്ത് ഇവിടെ വന്നിരിക്കങ്ങള്? അങ്ങോട്ട് വരി, റിസൾട്ട് ഇപ്പൊ പറയുമോ? അതെ, ഞാൻ കണ്ടു നാടകം. ബെസ്റ്റ് നാടകവും നടി നടനും. ഞാനേ അവളെ കുറച്ചൊരു മറവിള്ള കുട്ടിയാ. അപ്പൊ അവളെ എങ്ങാനും എവിടെയും വിട്ടുപോകുന്ന ആകെ പേടിയിട്ടേ. വിധി നിറയെ കേക്കടങ്ങളോട് വരി. എന്തോ നിക്കണം, ഞങ്ങൾ നിങ്ങളെ അവിടെ തടയായിരുന്നു. എന്തായാലും നമ്മൾ അധ്വാനിച്ചാണ് ഈ കാര്യം ഉണ്ടായിട്ടോ. അതെ അതെ, അതാണ്. ഇപ്പൊ ഇവിടെ നടന്ന നാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനമാണ്. ഇതുവരെ കണ്ടതിൽ ഒരു നാടകം പോലും ഒരു നിലവാരം പുലർത്തിയില്ല, ഒന്നിനും കൊള്ളൂലായിരുന്നു. എന്താണ് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ജില്ലയിലേക്ക് ഒരു നാടകത്തിനെ വിടണം എന്നുള്ളത് കൊണ്ട് അതെത്രയായിരുന്നു? 56 നമ്പർ നാടകം കളിച്ച പിള്ളേരെ ജില്ലയിലേക്ക് വിടാൻ വേണ്ടിയിട്ട്